നമ്മൾ ഇവിടെ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ തെറ്റ് ചെയ്തത് രാജാവാണ്. അയോധ്യാധിപതിയും ചക്രവർത്തിയും സർവാധികാരിയുമായ ദശരഥന് അവർക്ക് ഏത് തരത്തിലുള്ള ആശ്രയവും ഒരുക്കി കൊടുക്കാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ഇതെല്ലാം മറന്നുകൊണ്ട് ദശരഥനെ അവർ ശപിച്ചത് തെറ്റ് തന്നെയാണ്. രാജാവാണെങ്കിലും ശരി, തെറ്റ് ചെയ്യുന്നത് തെറ്റ് തന്നെയാണ്. അതുകൊണ്ട് അതിനെ ന്യായീകരിച്ചിട്ട് കാര്യമില്ല. ഒരു രാജാവിനൊരു വിപത്ത് സംഭവിക്കുന്നതിലൂടെ അത് ആ രാജ്യത്തിന്റെ ശ്രേയസിന് തന്നെ അപകടമായി തീരുമെന്ന് ആ രാജ്യത്തെ ഒരു പൗരനെന്ന നിലയിലും ആ രാജ്യത്തെ ഒരു പ്രജ എന്ന നിലയിലും ആ മുനിവര്യൻ ആലോചിക്കേണ്ടത് തന്നെയായിരുന്നു. ഈ മുനിവര്യൻ ശാപമോക്ഷം നൽകിയാൽ രാമായണ കഥ മറ്റൊരു ഭാഗത്തേക്ക് തിരിയുമായിരുന്നു. അതുകൊണ്ട് ഇത് ഇങ്ങനെ തന്നെ നിൽക്കുന്നത് കൊണ്ടാണ് രാമായണ കഥ രാവണവധാണ് ശ്രീരാമന്റെ അവതാരോദ്ദേശം. അതുകൊണ്ട് ഇത് നടപ്പാകണമെങ്കിൽ ഈ കഥ ഇങ്ങനെ തന്നെ നിൽക്കണം. ദശരഥന് ലഭിച്ച ശാപം പുത്രശോകത്താൽ മരണമെന്നായിരുന്നു. പക്ഷേ ദശരഥൻ നഷ്ടപ്പെട്ടത് എല്ലാ തരത്തിലും സ്വന്തം കുടുംബമാണ്. മൂത്ത പുത്രൻ രാമൻ പോകുന്നു, ലക്ഷ്മണൻ അനുഗമിക്കുന്നു, പിന്നെയുള്ള ഭരതൻ നന്ദിഗ്രാമത്തിൽ പോകുന്നു. ഭരതൻ നന്ദിഗ്രാമത്തിൽ പോയെന്ന് പറയുന്നില്ലേ? പോയിട്ടില്ല. ഭരതനും ശത്രുഘ്നനും കേകയ രാജ്യത്തേക്ക് പോകുന്നു. അതിനുശേഷം സ്വന്തം ജ്യേഷ്ഠനായ രാമനെ തിരിച്ചു വിളിക്കാൻ പോകുന്നു. ജ്യേഷ്ഠൻ വരുന്നില്ല എന്നറിഞ്ഞ് മാണ്ഡവിയോടുകൂടി ഭരതൻ നന്ദിഗ്രാമത്തിൽ ഒരു താപസനെ പോലെ ഒരു രാജസുഖങ്ങളും അനുഭവിക്കാതെയാണ് വസിക്കുന്നത്. അതും 14 വർഷം. അതെ, അവസാനം അതാണ് ആ തർക്കത്തിന്റെ ഒരു ഫിയേഴ്സ്നെസ്. പ്രവാചനാത്മകമായി പറഞ്ഞുകൊണ്ടിരുന്നിട്ട് അവസാനം നിങ്ങൾ വന്ന ഒരു പോയിന്റ് വന്നപ്പോൾ ആ പോയിന്റിന് വേണ്ടിയുള്ള ഒരു ഫൈറ്റ് ഉണ്ടല്ലോ, ഇങ്ങനെയാണ് അങ്ങനെയാണ്, അതാണ് തർക്കത്തിന്റെ രസവും.